ഇല്ല, രേണുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഫെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ ഈ കാണുന്ന ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ ഈ കാണുന്ന രേണു അല്ല, രേണു സുധി അല്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞു രേണു സുധിക്ക് പോസിറ്റീവ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 3 മാസം കൂടെ 100 അപ്പൊ ഇനി കുറച്ചാൾ നെഗറ്റീവ് ഇടാൻ തോന്നുന്നു. ഈ രേണു സുധി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തൊടണ്ട എടുക്കണ്ട എന്നൊക്കെ വെച്ച് സത്യം പറഞ്ഞാൽ മാറ്റിയതാ. എടുത്തേ പറ്റത്തുള്ളൂ, എടുക്കാതിരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. കാരണം നമ്മളൊന്നും ഇപ്പൊ രേണുസുധി എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊണ്ട് ജീവിക്കുക അല്ല എന്നുള്ളത് കാണുന്നത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അതില്ലാതെ പറ്റത്തില്ല. പുള്ളിക്കാരിയാണ് ഈ സ്ഥലത്തൊന്നുമില്ല. ഈ തിരശീലയിലേ ഇല്ല. ഇവരിരിക്കുന്ന ഈ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് രേണു എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇല്ല. രേണുവിന്റെ പ്രൊഫൈലിലോട്ട് ഇപ്പൊ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് ഒരുപാട് ആൾക്കാരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഇട്ടുകൊണ്ട് ഒരാളെ നല്ലോണം അറിയാവുന്നില്ലേ, അത് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ രേണു അങ്ങനെ ഒരു സാധനമേ ഇല്ല. അവർക്ക് വയ്യ അവർ ഹെൽത്ത് വയ്യ, അടുത്ത 3ാമത്തെ കീമോ, അതാണ് ഇപ്പൊ അവരുടെ പ്രൊമോഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം സജിനയുടെ വ്ളോഗ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് അവരുടെ ആദ്യത്തെ രേണുവിന്റെ 3ാമത്തെ കീമോ വിശേഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തമ്മിലിൽ ഇട്ടിരിക്കുന്നത്. അവർക്ക് അതില്ലാതെ പറ്റത്തില്ല. എന്നെ പറഞ്ഞു ഞാൻ വിറ്റ് ജീവിക്കും. ഇപ്പൊ ആരാ വിറ്റ് ജീവിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ പറയാനുള്ള കാരണം പറയും, ഇവരൊരു മൂവി പ്രൊമോഷൻ ചെയ്തായിരുന്നു. ഈ സജീനയൊക്കെ ഉണ്ട് അതിനകത്ത് ആ മുഖം കാണിക്കുന്ന ഒരാളെ പോലും ആർക്കും അറിയത്തില്ല. ഒരു പട്ടിക്കുഞ്ഞു പോലും കണ്ടാൽ തിരിച്ചറിഞ്ഞ അറിയത്തില്ല. ആ വീഡിയോ ഇട്ട് ആരും കാണത്തുമില്ല. ആ പ്രൊമോഷൻ നടന്ന ആരോട് അറിയത്തുമില്ല. സിനിമയുടെ പേര് കരിമ്പടം. കരിമ്പടം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കുറെ ഷോർട്ട് ഫിലിം ഉണ്ട്, അതിന്റെയൊക്കെ പേര് കേട്ടിട്ടുണ്ട്. എല്ലാം ഇങ്ങനത്തെ കുറെ പേരുകള് സെലക്റ്റീവ് ആണെന്ന് തോന്നുന്നു ഇവര്. പേരൊക്കെ എങ്ങനെ ഒപ്പിച്ചോണ്ട് വരുന്നത്? ഇങ്ങനൊരു ഇപ്പൊ പറഞ്ഞ ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് പോയി ഇരിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ടോപ്പിക് ഇല്ല, അവർക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല, അതിനകത്ത് ഒരു കാര്യമില്ല. അപ്പൊ എന്ത് വേണം? രേണു സുധി എന്ന് പറഞ്ഞൊരു ടോപ്പിക് അതിനകത്ത് ഉണ്ടെങ്കിൽ അതൊരു തമ്പനയിൽ എടുത്തു വെച്ച് കൊടുത്താൽ അതിന്റെ ഈ ഹൈലൈറ്റ് ആയിട്ട് ആ വീഡിയോയിലുള്ള ഭാഗങ്ങൾ എടുത്ത് ഫ്രണ്ടിലോട്ട് കാണിക്കുവാണെങ്കിൽ ഈ സാധനം ഓടും, നല്ല അവസാനം കൂടാണ് സെറ്റ്. അത് ഡ്യൂറേഷൻ ഒരുപാട് കിട്ടുമല്ലോ. എല്ലാം ഡോളറിന്റെ കളിയാണെന്നാ പറയുന്നത്. അവരും പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് അത് രേണുവിനെ വെച്ച് എനിക്കും ഡോളർ കിട്ടാറുണ്ടെന്ന്. അപ്പം എനിക്കും കിട്ടണം പണം. അങ്ങനെ പരിപാടി നമുക്ക് കിട്ടിയാൽ വിളിക്കുവോ? അത് അത്രേ ഉള്ളൂ, നമുക്ക് കിട്ടിയാൽ വിളിക്കുവോ? എന്നിട്ട് നമ്മൾ രേണുവിനെ വിറ്റ് ജീവിക്കുന്ന ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഇപ്പൊ 3-4 ക്ലിപ്പ് കാണിക്കാം. ആ ക്ലിപ്പ് കണ്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ആരാണ് രേണുവിനെ വിറ്റ് തിന്നുന്നതെന്ന്. ഒരു ഇന്റർവ്യൂവിനകത്ത് അല്ലെങ്കിൽ ഒരു പ്രൊമോഷനകത്ത് രേണു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കൊണ്ടുവന്ന് അതിനകത്ത് ഇടാനും അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാനും ആ സിനിമയിലില്ല. അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം അല്ല, ഒന്നുമില്ല. അവർക്ക് അതിനകത്ത് ആ സിനിമയായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. ആകെയുള്ളത് എന്താ, അവരെ അറിയാവുന്ന ഒരാൾ അവിടെ ഇന്റർവ്യൂവിന് വന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ സിനിമ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതൊരു കോണ്ടന്റ് ആക്കുന്നു. അതിന്റെ തന്നെ സംസാരം കുറെ നേരം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് വ്യക്തമായിട്ട് കാണുക, കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക. ഇത് പിന്നെ ആരാന്നറിയാലോ, മനു സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് മനുവിന്റെ ഒരു വീഡിയോയുടെ തന്നെ കാണണം. മനു മാസ്റ്റർ ചാനൽ ഓടിപ്പോയി അവിടെ കണ്ടണം. അവിടെ ഇതിന്റെ ബാക്കി കൂടുന്നതായിരിക്കും. ഇവിടെ കണ്ടിട്ട് ബാക്കി കാണാനായിട്ട് അവിടെ പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് മര്യാദക്ക് എന്റെ വീഡിയോകൾ മര്യാദക്ക് എനിക്ക് ഹൈപ്പ് വന്നിട്ട് പോകാവൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം വീഡിയോയുടെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കണ്ടുവരാം. രേണുസുധി അഭിനയിച്ചെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് പോസ്റ്റ് ഇടാറുണ്ടോ? അവരെ വിമർശിച്ചിട്ടാണോ ഞാൻ നമ്മൾ പോസിറ്റീവ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എഴുതി കിടന്ന് നടക്കാം. എനിക്കൊരു ചാനലുണ്ട്, സജീന ബ്ലോഗ്സ് എന്ന് പറഞ്ഞു. അതിന് സ്റ്റാർട്ടിംഗ് ഈ നിമിഷം വരെ രേണുസുധിക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അയ്യോ കട്ടായി ഒന്നുകൂടെ. രേണുസുധിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് മുസ്ലിം. അത് രേണുസുധിക്ക് എന്താ കുഴപ്പമൊന്നുമല്ലല്ലോ പറഞ്ഞത്. സ്ക്രിപ്റ്റ് ആക്കിയതാ, ഇവര് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതാ. മേ ബി സജീനക്ക് ഇത് അറിയത്തില്ലായിരിക്കും. സജീനെ ഭയങ്കരമായിട്ട് വിളറി അതിനകത്തിരിക്കുന്നത്. പക്ഷെ ഇവര് അവന്റെ പ്രൊമോഷന് വേണ്ടി രേണുവിനെ എടുത്ത് പിടിച്ചിടും. അതിനകത്ത് തിരിച്ചിങ്ങനെ സംസാരിക്കാന്ന് പറയാം. അപ്പൊ ഇതൊരു കോൺട്രവേഴ്സി ആവും. അപ്പം ഇത് ഇച്ചിരി വ്യൂസ് ഒക്കെ കയറുമെന്ന് അറിയാമല്ലോ. കൊള്ളാം എന്തായാലും. ഈ പോസിറ്റീവായിട്ട് ഇടുന്നു എന്ന് പറയുന്നത് അവർക്കെതിരെ ഇങ്ങനെ ഓരോ അറ്റാക്ക് വരുന്നതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഈ രേണുവിനെ കാണുന്നത് തന്നെ ഒരു 1.5 വർഷത്തിന് മുമ്പ് ദയാവതോ എന്നൊരു സിനിമ ലൊക്കേഷൻ വെച്ചാൽ കാണുന്നത്. അന്ന് മുതൽ ഈ നിമിഷം വരെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓരോരുത്തർ ഓരോ നെഗറ്റീവ് പറയുന്നെങ്കിലും അതിനകത്ത് സത്യം എന്തായിട്ട് പറയാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. അഭിനയിച്ച ആൾക്ക് എന്തോ പറയുന്നത് ഞാൻ ചെയ്യട്ടെ. രേണുവിനെ കൊണ്ട് നമുക്ക് ഗുണമുള്ളത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. തോന്നില്ല.
എന്നാൽ എന്തുകൊണ്ടാണ് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷവും വീഡിയോ ഒക്കെ ഇടുന്നത്? ഞാൻ പോസിറ്റീവായിട്ടല്ലേ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെങ്കിൽ വീഡിയോ ഇടുവല്ലേ? ഞാനോ ആലോചിക്കുക. അതാ ഇവരെ കരിവാക്കി ഇവര്, അത്രേ ഉള്ളു. രേണുവിനെ ഇവരെയും കരിവാക്കി നടക്കരുത്. ഞാനൊന്ന് അല്ല, വീഡിയോ ഇടുന്ന എന്തിനാന്ന് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഇടേണ്ട കാര്യം എന്തുവാ? ഞാൻ ചോദിക്കട്ടെ, പോസിറ്റീവായിട്ട് ഇട്ടാലും നെഗറ്റീവായിട്ട് ഇട്ടാലും നമ്മുടെ ലക്ഷ്യം ഡോളർ എന്നുള്ള സാധനം ഉണ്ട്. അത്രേ ഉള്ളു. അത് എത്ര ഞാൻ വന്നിട്ട് ഞാൻ ഡോളർ എന്ന് ആഗ്രഹിച്ചല്ലേ എന്നൊരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും അല്ല, വലിയ ഈ രേണുവിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇടുമ്പോ പോസിറ്റീവ് ഇട്ടാലും നെഗറ്റീവ് ഇട്ടാലും അതിന്റെ താഴെ നെഗറ്റീവ് കമന്റ് നല്ല രീതിക്ക് വരും. അത് രേണുവിനെ സംബന്ധിച്ച് അത് നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിരിക്കുന്ന പെണ്ണിനെ വീണ്ടും ഓരോ കമന്റ് ബോക്സിനകത്തൂടെ തെറി വിളിയും നെഗറ്റീവ് കമന്റ് കേൾപ്പിക്കേണ്ട ഒരു കാര്യം ഒരു കൂട്ടുകാരിക്കുണ്ടോ? ഇല്ല. അപ്പൊ എന്തുവാ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ രേണുവിനെ സപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ മഞ്ജു ആന്റണി ആയിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? അവരുടെ അങ്ങനെ ഒരു സീനിലായിരുന്നു. അത് രേണു എന്നെ ഫ്രണ്ടാന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നീ റിയാക്ട് ചെയ്ത അതേപോലെ തന്നെ രേണുവിന്റെ ഒരു ഹോട്ട് സീനോ മറ്റേ എക്സ്ക്ലൂസീവ് സാധനങ്ങൾ പുറത്തു വന്നപ്പോഴത്തേന് ഇവർ രേണുവിനെതിരെ സംസാരിച്ചായിരുന്നു. അന്ന് അത് എന്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. രേണുവിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇത് അംഗീകരിക്കാൻ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നെ ഒന്ന് ചീത്തം വിളിച്ച് അങ്ങനെയൊക്കെ ഉണ്ടില്ലേ. എന്നിട്ട് പറയുന്നത് ശ്രീതു ഞാനിത് ആദ്യം ഡൗൺലോഡ് ചെയ്ത് ഈ ചേച്ചിക്ക് അയച്ചു കൊടുത്തെന്നും പറയുന്നത് അയച്ചു കൊടുത്തു. എക്സ്ക്ലൂസീവാണ്. എന്നിട്ട് എനിക്ക് ചീത്തപ്പേര് മൊത്തം എനിക്കും അത് ഡോളർ അവർക്കും ചീത്തപ്പേര് മനുവിനും. അത് നല്ലൊരു ഐഡിയ കേട്ടോ. അങ്ങനെ നോക്കാം. നെഗറ്റീവോ ഒരാൾക്ക് വലിയൊരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനാണ് ഇടുന്നതാണ് പറയുന്നത്. അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകർ എന്റെ ചാനലിലുണ്ട്. ഈ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വ്യൂവേഴ്സ് കൂടുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെയാണ് അനുസരിച്ച് തെറ്റിയത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വ്യൂ മാത്രമാണോ? അല്ല, ഏണിങ്സിനും വ്യൂവിനും വേണ്ടിയിട്ടാണ് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഇടുന്ന പറയുന്നത് വളരെ മുട്ടത്തരമാണ്. എനിക്ക് ഏണിങ്സ് വ്യൂ വേണമെങ്കിൽ ഒരു വീഡിയോ രേണുവിനെ വെച്ച് നെഗറ്റീവ് ഇട്ടാൽ എനിക്ക് ഇപ്പൊ കിട്ടിയതിനെക്കാട്ടി 100 ഇരട്ടി ഹൈപ്പ് കിട്ടും. അങ്ങനൊന്നും ഇല്ല. നമ്മള് പോയി രേണുവിന്റെ അസുഖം മറ്റേ ബില്ല് ഇതാന്ന് പറഞ്ഞ് നമ്മളത് രേണുവിന്റെ പോസിറ്റീവ് പറയുന്ന സാധനം ജനങ്ങൾക്ക് കണക്ട് ആവുക, അത്ര ഉള്ളത്. നമ്മൾ പോസിറ്റീവോ നെഗറ്റീവോ ഇപ്പം ബില്ല് പോയി നോക്കിയത് മനുവും ദേവും കൂടെ ആയിരുന്നല്ലോ, വീഡിയോ കണ്ടുവാണല്ലോ. ആ സെയിം സാധനം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കത് 1 ലക്ഷം ഓടിയിട്ടുണ്ട് ആ സാധനം. അത് പോസിറ്റീവ് ആയിട്ടാ പറയുന്നത്. പോസിറ്റീവ് പറയുന്നത് നെഗറ്റീവ് പറയുന്നതല്ല. നമ്മൾ പറയുന്ന സാധനം ശരിയായിരിക്കണം, അത് കേൾക്കുന്ന ഓഡിയൻസിന് കണക്ട് ആവണം. അതിനകത്ത് കാര്യം ഉണ്ടെങ്കിൽ അത് ആൾക്കാർ കാണും. ഇത് കാര്യം ഇല്ലാതിരുന്നോണ്ട് മറ്റേ തിന്നുന്നും തൂർന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ഓടി രേണുവിന്റെ വീട്ടിൽ വിളിക്കുക, അവരെ ചേച്ചിയെ വിളിക്കുക, ഇന്ന് കണ്ടന്റ് വല്ലതും ഉണ്ട് രേണുവിന്റെ പുതിയത് പുറത്തുവിടുക. അത് നല്ല കാര്യമാണ് അവരെ വിളിച്ച് പറഞ്ഞ്. കാരണം ഒത്തിരി പേർക്ക് അവരുടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. അത് അറിയിക്കുന്നേ തെറ്റില്ല. പക്ഷെ അറിയിക്കുന്നതിന് എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ലാതെ അത് ലൈറ്റ് പോകുന്നേ കുഴപ്പമില്ല. ബാക്കി ഒരു യൂട്യൂബറുടെ പരാജയമാണല്ലോ പറയുന്നത്. കൂടി പോയാട്ടെ. അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിലേ എന്താ വേണം, 10K കൂടുതൽ അവർക്ക് ഇങ്ങനെ ഒരു കോണ്ടന്റ് ഇട്ടിട്ട് അടിക്കുന്നില്ല, കിട്ടുന്നില്ല. നിങ്ങൾ എന്താ വേണം, കോണ്ടന്റ് മാറ്റി പിടിക്കണം. അല്ല, നിങ്ങൾ സജീന വ്ളോഗ്സ് എന്നല്ലേ നിങ്ങളുടെ ചാനലിന്റെ പേര്, അത് രേണു വ്ളോഗ്സ് എന്നല്ലല്ലോ. രേണുവിന്റെ കോണ്ടന്റുകൾ മാത്രമേ ഇടത്തുള്ള രീതി വെക്കാനായിട്ട്. കൂടിപ്പോയി എനിക്ക് 10K അതിനപ്പുറത്ത് അടിക്കുന്നില്ല. കാരണം എന്താ, ഞാൻ നല്ലത് പറയുന്നുണ്ടാണ്. അങ്ങനെ പറയേണ്ട ആവശ്യം എന്തോ? നല്ലത് അപ്പം പറയാതെ പറയുന്നത് എന്തോ രേണു നല്ലതല്ലെന്നാണോ? രേണുവിനെ നല്ലത് പറഞ്ഞാലും കാണത്തില്ലെന്നാ. രേണുവിനെ നല്ലത് പറഞ്ഞാലും കാണത്തില്ലെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇവരായിട്ട് തന്നെ സ്ഥാപിക്കുക. രേണുവിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലേ നിങ്ങളിപ്പോ ഈ ഇന്റർവ്യൂവിൽ എന്തോ കാണിക്കുന്നത്? രേണുവിനെ കുറിച്ച് നല്ലതാണോ പറയുന്നത്? നല്ലതാണോ? സൂപ്പറാ. അപ്പം ഇവരൊരു പ്രൊമോഷനാ ഉദ്ദേശിക്കുന്നത്. ഇത് ബാക്കിയെല്ലാം സജീന വ്ളോഗ്സിൽ കിടപ്പുണ്ടെന്ന് പ്രൊമോഷൻ. ബാക്കി അവിടെ കിടപ്പുണ്ട്, അവിടെ പോയി കണ്ടാൽ മതി. ബാക്കി കൂടെ കണ്ടോ? ചേച്ചി പറയുന്നത് ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ചേച്ചി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ എന്തെങ്കിലും ഇതേണൊക്കെ വീശി വേണ്ടിയിട്ടാണ് മനസ്സ് വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ ദൈവത്തോട് നിർത്തണം. അയ്യേ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാ. അതാ ഞാൻ പറഞ്ഞത്. ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കാണുന്നവർക്ക് ഇവൻ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്തായാലും ചോദിക്കുന്നത്. നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും നല്ല വിലയുള്ളൊരു ചോദ്യം ചോദിച്ചത്. കാണുന്നവർക്ക് ഇത് തന്നെ തോന്നത്തുള്ളൂ സജീനയുടെ വ്ളോഗാണ്. സജീന മാത്രമല്ല, ഇപ്പൊ അതിട്ട് തിന്ന് ജീവിക്കുന്ന മറ്റേ ശ്രീതു അങ്ങാണ്ട് പറയുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ഓപ്പോസിറ്റ് ആണോ? അത് എന്നാ ഇവര് തന്നെ, അതായത് രേണു തളർന്നു ഇരുന്നു എന്ന് മനസ്സിലായപ്പോഴും സ്വന്തമായിട്ട് ഇവര് തന്നെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. ഇത് അതെന്താ അറിയോ, രേണു ശ്രീതുവിനെ തള്ളി പറഞ്ഞു. അപ്പൊ ശ്രീതു മറുകണ്ഠം ചാടി. എന്നിട്ട് ശ്രീതു തന്നെ പറഞ്ഞു ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചില പ്രത്യേക കാരണങ്ങളിൽ സപ്പോർട്ട് ചെയ്യേണ്ട വന്നതാണെന്ന്. ഇവരുടെ യൂണിവേഴ്സിൽ ഒരുപാട് ആൾക്കാർ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇതിനകത്ത് കണ്ടിരുന്നില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ചുറ്റും ഇങ്ങനെ നക്ഷത്രം കിടന്ന് കറങ്ങും. സ്ഥിരമായിട്ട് കണ്ടാലും കാര്യം എപ്പിസോഡ് വിട്ടുപോയി, ഇടയ്ക്ക് നമ്മള് ടച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പാടായി. ഈ ഗാലക്സിയിലേക്ക് കയറുന്ന ഇച്ചിരി പ്രയാസമാണ്. ഇതിലും ഈസിയാന്ന് തോന്നുന്നു മറ്റവന്മാരുടെ AJP സൂപ്പർ സ്റ്റാർ സോഷ്യൽ മീഡിയ. അത് ഇച്ചിരി കൂടെ മനസ്സിലാവും, കൺവിൻസിങ്. ഇച്ചിരി കൂടെ പ്രയാസം പിടികിട്ടാൻ. ഇതിനകത്ത് പൊളിറ്റിക്സ്, ഇന്റേണൽ പൊളിറ്റിക്സ് ഒരെണ്ണം വിട്ടുപോയി കഴിഞ്ഞാൽ പോയി. പിന്നെ കഥ ഒന്നേന്ന് കേൾക്കണം. ഇന്റേണൽ പൊളിറ്റിക്സ് മൊത്തം നോക്കാം.
ആണെങ്കിൽ അങ്ങനെ ഇനി ചെയ്യരുത്. ഇത്രയും എനിക്ക് പറഞ്ഞ പറയാം. അനീഷ് ഞാൻ ഈ വീഡിയോ ഫീൽ ചെയ്യരുത്, ഹേർട്ട് ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുക, ഈ മീറ്റ്സ് മുമ്പിൽ ഞാൻ തുറന്നു പറയുക. അല്ല, എനിക്കത് സംസാരിക്കുമ്പോൾ ഇച്ചിരി സൗണ്ട് കൂടും. അത് ഇച്ചിരി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ഞാൻ കാര്യം അനീഷ് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇത് ബാധ ഇത് ബാലയെ കണ്ടോ? ഇത് എന്നാന്നറിയോ, ഇവന്മാര് പ്ലാൻ ചെയ്ത് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. സ്ക്രിപ്റ്റ് സാധനം ഇന്റർവ്യൂ കത്തോളം ഇത് എന്തിന്റെ പ്രൊമോഷൻ? സിനിമ മറ്റേ എന്തോ കടമ്പടം അല്ലാതെ വേറെ രേണുവിന്റെ പ്രൊമോഷൻ അല്ല. ഇവരുടെ ഇന്റർവ്യൂ തന്നെ ഈ സാധനം ഓടാനായിട്ട് പറ്റിയൊരു സാധനം ഇതായിരുന്നു. രേണുവിന്റെ കൂടെ നിൽക്കുന്ന രേണു എതിർത്തിക്കുന്ന ഒരാളെ കിട്ടി. അല്ല, അവര് കൃത്യമായിട്ട് ചോദിക്കും. അവരെ ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിലും ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. ലൈവിൽ വന്നിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ സജീനെ പെട്ടിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് അത് മനസ്സിലാവും. നിങ്ങൾ നേരത്തെ ഉത്തരം സജീനക്ക് എഴുതി കൊടുക്കണം. അല്ലെ സജീനോട് പറയണമായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുമെന്നുള്ള കാര്യം. അത് അറിയിക്കാത്ത പറ്റില്ല. ഓവറാക്കും. പിന്നെ വലിയ രീതിയിലുള്ള ആയിരിക്കും. അങ്ങനെ ആകാശത്തിന്റെ പൊക്കത്തിലെ കൊണ്ട് വർണ്ണനയൊക്കെ കൊണ്ട് എത്തിക്കുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇതാണ് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാം. നല്ല കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് തന്നെ പറയുവാണ്. അനീഷ് 2 ദിവസം മുമ്പ് വീട്ടിൽ ഞാൻ പോയി. അപ്പൊ രേണു അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞതിൽ തന്നെ ഞാൻ സന്തോഷിക്കുന്നില്ല. ഞാൻ കല്യാണം കിടക്കുന്നത് തന്നെ ഞാൻ പോയത് ഞങ്ങൾ നല്ല സുഹൃത്താണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. ആണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എല്ലാവരും ഒരു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചേച്ചി എങ്ങനെ സുഹൃത്തായി? അതെങ്ങനെ സുഹൃത്തായി? അതേ നിങ്ങൾ നിങ്ങൾക്ക് അത് പറയാനുള്ള കാര്യമില്ല. നമ്മുടെ കരിമ്പടത്തിലെ രേണു നേരെ സംസാരിക്കുന്നെങ്കിൽ മാറും. ഞാൻ എന്ത് ചന്തേ എന്റെ പൊന്നു സുഹൃത്തെ നിർത്ത്. ഇപ്പൊ ഞാൻ സോഷ്യൽ തുറന്നു പറയാം. നാളെ ഞാൻ ടെലികാസ്റ്റ് ചെയ്താൽ എനിക്ക് വിഷയമൊന്നും സപ്പോർട്ട് ചെയ്താൽ അങ്ങ് നിർത്തിക്കൂടെ ഞാൻ ഈ ഓരോ വീഡിയോ ഇരുന്ന് പിന്നിൽ എന്താണ് അനീഷ് അറിയിച്ചില്ലല്ലോ. അച്ഛൻ അതൊക്കെ ചുമ്മാ കണ്ടോ ഇവര് പറയുന്നത് കണ്ടോ? രേണു സുധിയുടെ അച്ഛനും ചേച്ചിയും അമ്മ എല്ലാം കൂടി ഇവരെ വിളിച്ചിട്ട് ഓരോന്ന് അയച്ചു കൊടുത്തിട്ടാണ് ഞാനത് വീഡിയോ ചെയ്യുന്നത്. എനിക്കും കണ്ടന്റ് അത് കൊള്ളാലോ. അത് അല്ലടാ, ഇത് കൊള്ളാൻ സംഭവം മാത്രമല്ല. ഇവര് പറയാതെ പറഞ്ഞത് സത്യമാണ് എന്തുവാണെങ്കിലും സത്യമായിരിക്കും. ഇവര് സത്യമായിട്ട് തന്നെ പറയുന്ന കാര്യം. അപ്പം ഇവര് തന്നല്ലേ കണ്ടന്റ് തരുന്നത്. ഇവര് തന്നെ കോണ്ടന്റ് തരുവാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അല്ല നമ്മൾ പോയി ചൊറിഞ്ഞെടുക്കുമല്ലോ അവിടെ നിന്നും. ഇവര് തന്നെ എന്നിട്ട് പറയും രേണു എന്തോ ചെയ്യുന്നെന്ന് നോക്കിയിരിക്കുവാണ് ബാക്കിയുള്ള ആൾക്കാർ. രേണു എന്ത് ചെയ്യുന്നത് നോക്കിയിരിക്കുക. അങ്ങനെ അവർക്ക് കുറച്ച് ഡോളേഴ്സ് കിട്ടും എന്നുള്ളത് സത്യം എന്താണെന്ന് ഇപ്പൊ ഇവരെ വായി തന്നെ വന്നുണ്ടോ. അവരെ വീട്ടുകാർ തന്നെ വിളിച്ച് സജീനയ്ക്ക് കണ്ടന്റ് ഇട്ട് കൊടുക്കും. അതെന്താ നിങ്ങൾ പോയി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്. അതെന്താന്നറിയോ, ശരിക്കും രേണുവിന്റെ ഈ കണ്ടന്റ് കൊടുക്കുന്നത് ഇത് ഉള്ളയാണെങ്കിൽ അറക്കാന്റെ ഒരു ബലിയാടിനെ അവര് വളർത്തിക്കൊണ്ടിരിക്കും. അല്ല അങ്ങനുണ്ട്. രേണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് സജീനൊക്കെ ഉണ്ട്. അത് മറ്റേ ഈ ബിഷപ്പിനെ പറഞ്ഞാണ്. ഒരു കേസ് കിടപ്പുണ്ടല്ലോ. അതിന്റെ ചെലവൊക്കെ എനിക്ക് തോന്നുന്നു ഇവര് തന്നെ ഹാൻഡിൽ ചെയ്യുന്നു തോന്നുന്നു. രേണുമായിട്ട് ഒന്നായില്ലേ അവരുമായിട്ട്? അല്ല, ഒന്നായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നത് കാരണം ശ്രീതു ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. സാമ്പത്തികമായിട്ട് സജീന ഒറ്റയ്ക്കാണ് അത് നേരിട്ടോണ്ടിരിക്കുന്നത്. ഭയങ്കര ഫ്രണ്ട്സാ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലിൽ വന്നിരുന്നു അവര് ഓപ്പോസിറ്റ്. അതൊക്കെ പറയാം. അടിപ്പണിയൊക്കെ എന്തായാലും ഉണ്ട്. എന്തായാലും ഓക്കെ, ബാക്കി നോക്കാം. വാക്ക് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നിർത്തണമെന്നേ പറഞ്ഞു. അത് അല്ലാതെ നിർത്തണമെന്നില്ല ഞാൻ പറഞ്ഞു. അങ്ങനെ മനസ്സിലെങ്കിലും ചിന്തിച്ചിട്ടാണെങ്കിൽ നെഗറ്റീവ് മാത്രം ഒരു ഒറ്റ വീഡിയോ ഞാൻ ഇട്ടാൽ നീ ഈ പറഞ്ഞ റീച്ച് ഹൈപ്പും എണിച്ച് കിട്ടും. ഞാൻ പക്ഷെ $2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴത്തേക്ക് എനിക്ക് യൂട്യൂബിൽ $100 സത്യസന്ധമായിട്ടുള്ള കാര്യം 3 മാസം കൂടുന്നു. ഞാൻ ഇടുന്ന വീഡിയോ എന്തെങ്കിലും ഹൈപ്പിൽ 5K അപ്പൊ രേണു ഇല്ലെങ്കിൽ സജീനില്ല കേരളത്തില്ല, യൂട്യൂബില്ല, ഈ $100 ഇല്ല. രേണു ഇല്ല, സജീന്റെ പേരുണ്ട്. ഇതെന്താ നമ്മള് പറഞ്ഞേ? രേണു ഇല്ല, സജീന ഇല്ല, സജീനയുടെ ചാനലും ഇല്ല. രേണു വ്ളോഗ്സ് ആക്കണം. തിരിച്ചൊന്ന് ചെയ്ത് നോക്കി. സജീന ഒന്ന് രേണുവിനെ നെഗറ്റീവ് പറഞ്ഞു നോക്കി, എല്ലാം നടക്കുന്നുണ്ടോ നോക്കി. അതാണ് പ്രശ്നം. നമുക്ക് അറിയാന് അല്ല, എന്തായാലും രേണു വേണം അവിടെ. രേണു ഇല്ലാതെ ഇനി ആ ചാനൽ ഓടത്തില്ല. ആ ചാനൽ കംപ്ലീറ്റ്ലി ഇപ്പം അത് രേണുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സജീന അത് പറയാം. അങ്ങനെ ആയിരുന്നല്ലോ, ഒരിടയ്ക്ക് അങ്ങനെ ആയിരുന്നല്ലോ, വോയിസ് ആയിരുന്നല്ലോ. ഇവർ ഒന്നിച്ച് ലൈവ് ഇടുന്നു. അല്ല, എന്നിട്ടും ഇവർ ഈ പറയുന്ന 10K ഉള്ളൂ അല്ലെങ്കിൽ ഇത്ര 3 മാസം കൂടും അത്ര വരത്തുള്ളൂ.
ഇത്ര വ്യൂസ് ഒന്നും ഇല്ലല്ലോ. അത്ര വരത്തുള്ളൂ, അത്ര വരത്തുള്ളൂ. എങ്കിൽ അത് നിങ്ങള് പ്രോപ്പറായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാത്തതിന്റെ പ്രശ്നം അല്ലേ? അല്ല അവർക്ക് ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ട് കണ്ടന്റ് കിട്ടും. അല്ല അങ്ങനെ മാത്രം കാണല്ലേ. ഇവർക്ക് 3 മാസം കൂടുമ്പം ഈ പറയുന്ന $100 കിട്ടുന്നുള്ളൂ. അത് ഈ രേണു ഉള്ളതുകൊണ്ടാ. അല്ലാതെ അതും കൂടെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മിനിമം 1 വർഷം തികയുമ്പോഴായിരിക്കും $100 ആവുന്നത്. അതാണ് സമ്മതിക്കത്തില്ല. 6 മാസം കഴിയുമ്പോൾ അവരത് കട്ട് ചെയ്ത് മാറ്റും. മിനിമം 6 മാസം കൊണ്ടെങ്കിലും അത് ഒപ്പിക്കാൻ രീതിയിൽ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കും. കാരണം രേണുവിന്റെ ആ ഒരു ഇത് രേണുവായിട്ട് മാറിപ്പോയി. നിങ്ങളായിട്ട് വീണ്ടും വലിച്ചു കയറ്റി കൊണ്ടുവന്നത് സത്യം ഭയങ്കര വൾഗറാണ്. ഇപ്പൊ തന്നെ ഇന്റർവ്യൂവിൽ കാണിക്കുന്നത് രേണുവിനെ തന്നെ വിറ്റുകൊണ്ടിരിക്കൂലേ. ഇങ്ങനൊരു സാധനം വന്നോണ്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. വീഡിയോ ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റ് തിന്നുന്നത് ഞങ്ങളാന്ന് മാത്രം പറയാതെ യഥാർത്ഥത്തിൽ വിറ്റ് തിന്നുന്ന ആരാന്ന് കാണണം. അതും കൂടെ കണ്ടിട്ട് വേണം അപ്പുറം പോകാനായിട്ട്. എന്തെങ്കിലും ഞങ്ങളിപ്പോ വേറെ ടോപ്പിക് കിട്ടി ഞങ്ങൾ ആ വഴിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളങ്ങനെ പോയി ഈ പറയുന്ന കേസും കുറെ കാര്യങ്ങളൊക്കെ ആയി വന്ന് പിന്നെ രേണുവിനെ തൊടണ്ട എന്ന് പറഞ്ഞപ്പോ രേണു ഓൾറെഡി അവരുടെ പ്രൊഫൈലിനകത്ത് ഈ കാര്യങ്ങളെല്ലാം മാറ്റി. രേണു ഭയങ്കര ഒരു വേറൊരു രീതിയിൽ രേണു പൊക്കോണ്ടിരിക്കുന്നത്. ആ രീതി പോട്ടെ. അവർക്ക് സമാധാനം കൊടുക്കരുത്. വീണ്ടും ഒരു സാധനം കൊണ്ടുവരുന്നത്. ഈ അടങ്ങിയിരിക്കുന്ന പെണ്ണിനെ വീട്ടിൽ ഇരുത്തി തുമ്മിക്കാനായിട്ട് അടുത്ത പരിപാടിയായിട്ട് വന്നേക്കുന്നു. ആലോചിച്ച് നോക്കേ. പിന്നെ ഈ $100 എത്ര കൊടുക്കും? അത് ഞാൻ പറഞ്ഞത് ഒരു 70 സുഹൃത്താണ് വഴി വന്നിട്ട് ഞാൻ ചോദിച്ചില്ലല്ലേ മീഡിയ ചോദിച്ചത്. ഞാൻ അവർക്ക് എന്ത് കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു, ഞാൻ മുഖേന വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു, അതൊന്നും എനിക്ക് പറയേണ്ട എന്റെ ചാനലിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നീ എങ്ങനെ കേൾക്കണം എനിക്ക് അവിടെ പോകും. എനിക്കിന്റെ ആവശ്യമില്ല. അയാളൊക്കെ എഴുന്നേറ്റ് പോകാനൊക്കെ പോകുന്നത് പരിപാടിക്കകത്തുനിന്ന്. എന്തൊക്കെയാണ് ഇത് നടക്കുന്നത്? വെറും വർക്കല്ലേ, കപ്പലിന്റെ വർക്കുന്നിട്ട് ഇത് സത്യം പറഞ്ഞാൽ ഇവരെ അറിഞ്ഞില്ല. ഇവരെ മനഃപൂർവ്വം കരുവാക്കി കളഞ്ഞ്. നിങ്ങൾ ആ സിനിമയിലുണ്ടോ? കട്ട് ചെയ്താണ് മിക്കവാറും. ചിലപ്പോ ഈ ഇന്റർവ്യൂവിന് വേണ്ടി മാത്രമേ കൊണ്ടിരുത്തിയതാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ പറയാൻ ഉദ്ദേശിച്ച കാര്യമായി. ഇവരെനിക്കൊന്ന് ഇവരുടെ കമന്റ് ബോക്സ് തന്നെ എടുത്തിട്ട് അതിനകത്തുനിന്ന് സെലക്റ്റീവ് കമന്റ്സ് എടുത്ത് സെലക്റ്റീവ് ആയിട്ട് എടുത്തിട്ട് ആ സാധനം ഇവരോട് ചോദിക്കുക. അതാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുക. സജീനെ കൈ കെട്ടിക്കഴിഞ്ഞ് ചോദിക്കാനുള്ള കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. സജിനെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് സജിനെ പറയുന്നത്. കുഴപ്പമില്ല, കൊടുക്കണ്ട. കൂട്ടുകാർ കൊടുത്തില്ലെങ്കിൽ പിന്നെ നാട്ടുകാരോട് ഒന്നും ചോദിക്കേണ്ട കാര്യമുണ്ടോ? വീഡിയോ ചെയ്യുന്നതിന്റെ പങ്ക് കൂട്ടുകാർ കൊടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്തെന്ന നെഗറ്റീവ് വീഡിയോ ചെയ്തു നിങ്ങൾ പറയുന്ന ആൾക്കാരോട് 10 പൈസ ഒന്നും കൊടുക്കാൻ പറയുന്നത് എന്തിനാ? ചോദിക്കേണ്ട ആവശ്യമൊന്നും ഒന്നുമില്ല. കൂട്ടുകാർ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഇവര് തന്നെ പറയുന്നത്. എന്നാലും നമ്മൾ കൊടുക്കൂല. അത് ഞാൻ പോസിറ്റീവ് പറഞ്ഞുണ്ടാക്കിയ $100 അല്ലേ. നെഗറ്റീവ് പറഞ്ഞു കൊടുക്കട്ടെ, പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണ്ടെന്ന്. ഓക്കെ, ബാക്കി നാളെ മതി ഞാൻ പോസിറ്റീവ് പറയുമ്പോൾ. പക്ഷെ കൊടുക്കേണ്ടി വരും. അല്ല, പോസിറ്റീവ് പറഞ്ഞാൽ കൊടുക്കണ്ടേ, നെഗറ്റീവ് പറഞ്ഞാൽ കൊടുക്കണ്ടേ? ഓ അങ്ങനെയല്ലേ. റൂൾ അങ്ങനെ. നാളെ ഒരു ഫുൾ രേണു ഫുൾ പോസിറ്റീവായി പഠിക്കാം. ഞാനും പഠിക്കാം. പിന്നെ അടിച്ചിട്ട് കിട്ടുന്ന ചോദിക്കാൻ പറ്റത്തില്ല. പോസിറ്റീവ് പറഞ്ഞില്ല, പോസിറ്റീവ് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഒന്നും. എത്രയോ പേര് മാറി. നേരത്തെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നവരെ കുറെ പേര് പോസിറ്റീവിലോട്ട് മാറി. അത് വീഡിയോ ചെയ്യാത്തവരും മാറി. പള്ളിയിൽ നിന്ന് വരെ മാറ്റം കിട്ടി. അങ്ങനെയാണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞു പോസിറ്റീവ് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 3 മാസം കൂടെ $100 കിട്ടും. അപ്പൊ ഇനി കുറച്ചാൾ നെഗറ്റീവ് ഇടാൻ തോന്നുന്നു. അതാണ് പണ്ട ചോദ്യം. ഈ സോഷ്യൽ മീഡിയ തുറന്ന് യൂട്യൂബ് എനിക്കത് വേണ്ട. അവർക്ക് നെഗറ്റീവ് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ വന്നിരുത്തി അലക്കി വെളുപ്പിക്കുന്നത് നെഗറ്റീവാ. നെഗറ്റീവ് പറയോ പോസിറ്റീവ് പറയോ എന്നുള്ളതല്ല. ആ വിഷയത്തിൽ ശരി ഏത് തെറ്റ് എന്നല്ലേ പറയണ്ടത്. അല്ലാതെ അവനിപ്പോ ഒരുത്തിനെ കൊന്നാലും ഞാൻ അതിനകത്ത് നിങ്ങൾ പറയുന്ന സാധനത്തിന് എങ്ങനെയാണ് ഓഡിയൻസ് വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണ് ഈ പറയുന്നത് വ്യൂസ് ഇല്ലാത്തത്. കാണുന്ന ആൾക്കാർ കാണത്തില്ല. പോസിറ്റീവ് പറഞ്ഞിട്ടില്ലേ? ഞാൻ പോസിറ്റീവ് പറഞ്ഞിട്ടില്ലേ? ആ സാധനം ഓടിയിട്ടുണ്ട്. അതൊക്കെ ഓടുന്നുണ്ട്. നമുക്ക് ഓടിയിട്ടുണ്ട്. ഞാൻ ബേസിക് പറയട്ടെ, രേണു സുധിക്ക് ഈ ഒരു രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ രേണു സുധി വളർന്നുകൊണ്ടിരുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് മാത്രമാണ്. അല്ലാതെ രേണു സുധിയുടെ ഒറ്റയ്ക്കുള്ള പബ്ലിസിറ്റി ഒന്നും അല്ലായിരുന്നു. രേണു സുധി ഇട്ട് കൊടുക്കുന്ന ഓരോ ബിറ്റുകൾ നാട്ടുകാർ വരെ രേണു സുധിക്ക് വീണ്ടും എത്തുന്നതായിരുന്നു റീച്ച്. അത് ഒറ്റയടിക്ക് തീർന്നു. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് തന്നെ സംഭവം. രേണു നമ്മളെ കൊണ്ട് വളർന്നു, നമ്മളും രേണുവിനെ കൊണ്ട് വളർന്നു. ഞാൻ വളർന്നതിൽ ഒരു വലിയ പങ്ക് രേണുവിനെ കൊണ്ടാണ് വളർന്നത്. തിരിച്ച് നമ്മൾ ഈ ഞാൻ ആ സാമാനം എടുത്ത് വെളിയിലിട്ടോണ്ടാണ് രേണുവിനെ റീച്ച് ആയത്. 3000 സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോയിലൂടെ ഞാൻ വീണ്ടും 3000 കയറ്റി കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത സ്നേഹം.
ആര് ചെയ്ത്? ഇവര് ചെയ്തോ? ഇവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ചെയ്തു. അവരിങ്ങനെ ഇത് കണ്ട് ഇതിനകത്ത് എടുക്കാനുള്ള അല്ല. ഞാൻ പറഞ്ഞെന്തറിയോ, ഇപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് രേണു സുധിക്ക് രോഗാവസ്ഥ ആയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഒറ്റയടിക്ക് ചാനൽ അങ്ങ് ഡൗൺ ആയിരുന്നു. രേണുവിന്റെ വീഡിയോസ് ഒന്നും വലുതായിട്ട് ഓടുന്നില്ല. പിന്നെ രേണു ഈ പറയുന്ന രോഗത്തിന്റെ കുറെ കാര്യങ്ങൾ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കിന് ഈ സാധനം കയറി, സെന്റിമെന്റ്സ് കയറി 3 ലക്ഷത്തി സംതിങ്ങിന് ഒറ്റയടിക്ക് 4,77,000 കയറുകയും ചെയ്ത് വീഡിയോ സാധനങ്ങളെല്ലാം നല്ല റീച്ചും ഹൈപ്പും എല്ലാം വന്ന് ഇടുന്ന വീഡിയോക്കെല്ലാം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അവരെങ്ങനെങ്കിലും ഒന്ന് പോസിറ്റീവ് ആയിട്ട് വരുമ്പോ ഇപ്പുറത്തുനിന്ന് ആരെങ്കിലും കരിവാരത്തേക്കും ഒന്നെങ്കിൽ ഇവര്, അല്ലെങ്കിൽ അന്ന് ശാരിക വന്നിട്ട് എല്ലാം പോസിറ്റീവ് ആയിട്ട് വീട് ഇവിടെ ചോരുന്നുണ്ട് കേട്ടോ, ഞാൻ ഇതുവഴി വന്നപ്പോ കണ്ടതാന്ന് പറഞ്ഞിട്ട് അവര് തുടങ്ങി. എങ്ങനെങ്കിലും അവരൊന്ന് വെളുപ്പിച്ച് കൊണ്ടുവരുമ്പോഴേ ഇപ്പുറത്തുനിന്ന് കരിവേലി അതാണ്. മറ്റേ കിച്ചുവിന്റെ കാര്യം പറഞ്ഞപ്പോ പിന്നെയും ഇവർക്കെതിരെ വീഡിയോകൾ വന്നു തുടങ്ങി. പിന്നെ അതിന്റെ കൂടെ ബിഷപ്പും കൂടെ വന്ന മണ്ണിട്ടങ്ങ് മൂടി ഇവർക്കെതിരെ ആ മണ്ണിട്ടത് മൂടിയപ്പോഴത്തേക്കിന് ഈ സംഭവങ്ങളെല്ലാം തിരിഞ്ഞു. മൊത്തം തിരിഞ്ഞപ്പോഴത്തേന് എന്തോ പറ്റി, രേണുവിന്റെ താഴെ വരുന്ന കമന്റ് മൊത്തം നെഗറ്റീവ് സാധനങ്ങളായി, വീണ്ടും നെഗറ്റീവ് സാധനമായി. ഇപ്പൊ വീണ്ടും അത് മാറി ഒന്ന് പോസിറ്റീവിലേക്ക് വന്നോണ്ടിരിക്കും. സമ്മതിക്കില്ല. കൂടെ നിൽക്കുന്നവർ ഇവള് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ വിഷയമാണല്ലോ, നമ്മളെങ്ങനെ രക്ഷപ്പെടും എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ശരിക്കും കട്ടപ്പാക്ക് ഇങ്ങനത്തെ ആൾക്കാരെ വെച്ചുണ്ടാക്കിയതായിരിക്കും. ഇങ്ങനത്തെ ആൾക്കാരെ പറ്റൂ, അല്ലാതെ വേറെ പറ്റത്തില്ല. ഇവർക്ക് ജീവിക്കാൻ വേറെ വകുപ്പില്ല, വേറെ മാർഗമില്ല. ഇവർക്ക് ഭയങ്കര കഴിവാണ്. ഇവര് നന്നായിട്ട് അഭിനയിക്കുന്നൊക്കെയാ, മുടിഞ്ഞ ടാലന്റാ. പക്ഷെ എന്നിട്ട് ഒരു ചാനൽ എന്താ വളർത്തിയെടുക്കാൻ പറ്റാത്ത? അത് അഭിനയിക്കാനേ അറിയൂ, മറ്റേതോ റിയലാ. റിയലല്ലേ? അല്ല, റിയൽ ഇതാ റിയൽ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന റിയൽ. പെട്ടിരിക്കുക മൂവ് വേറെ നടുക്ക് ബാക്കികളൊക്കെ. പിന്നെ എടുക്കില്ലെന്ന് അറിയത്തില്ല. അച്ഛനെ വിളിച്ചാൽ മതിയല്ലോ. രേണുവിന്റെ അച്ഛനാണ് തൊട്ടപ്പുറത്ത് അയൽവാസിയായ അച്ഛനുണ്ട്. അല്ല, അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞേ. രേണു എനിക്ക് ഒന്ന് പപ്പാന്നങ്ങട്ടല്ലേ വിളിക്കുന്നത്? അല്ല, ആ അച്ഛനെ വിളിക്കണോ? അച്ഛനെ വിളിക്കാം, ആ സാധനം. രേണുവിന്റെ അച്ഛനെ വിളിക്കാന്നാണോ? എന്തുവാണെന്ന് നോക്കാം. ഞാൻ അച്ഛനെ വിളിക്കാം. അങ്ങനല്ലല്ലോ, ഞങ്ങള് ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വിളിക്കുന്നോടെ അവരച്ഛനെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയല്ലേ. രേണുവിന്റെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മതി. നിന്നെ എനിക്ക് ആവശ്യമില്ല. രേണുവിനെ അത് വിളിക്കാം. അതിന് ഫോൺ എടുത്തില്ല, എനിക്ക് അച്ഛനെ വിളിക്കാം. രേണുവിനെ തന്നെ വരും. അല്ലല്ല, നിന്റെ കാമുകയെ വിളിക്കാം. ഇവിടെ പോയിരിക്കട്ടോ. നാളെയാ? നാളെയാ. അതാ ഞാൻ പറഞ്ഞ ചേച്ചിയെ വിളിക്കാൻ കിട്ടും. അവളെ വിളിച്ചാൽ കിട്ടും. നാളെ വിളിച്ചാൽ കിട്ടും. നാളെ എന്ത് നാളെ അടുത്ത ടീം എടുക്കാമെന്ന് പറഞ്ഞു. ആങ്കർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ ഇവരുടെ അടി. അവനൊരു പുട്ടങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇവരെല്ലാം കൂടെ കയറി അതൊക്കെ പുഷ്പിച്ച് ഇതിപ്പോ എനിക്ക് ലാഭമല്ലേ, എനിക്കൊന്നും വേണ്ടല്ലോ, ചുമ്മാരുന്ന് കണ്ടാൽ മതിയല്ലേ. ഇവനൊരു മറ്റേ ഒരു സിനിമ, ഒരു ഫാന്റസി സിനിമ കാണുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് നോക്കിക്കോളും, ബാക്കി ചെയ്യണ്ട. ഇനി അടുത്ത കോള് വരെ എത്തി. രേണുവിനെ വിളിക്കാൻ ഒന്നും ചെയ്യണ്ട. എഴുതി വെച്ച ചോദ്യങ്ങളൊന്നും ഇനി വേണ്ട. നമുക്ക് ഇതിനൊക്കെ രേണു കണക്ക് പറയാൻ പോകുന്നത്. നീ പറയുന്നതിനൊക്കെ രേണു കണക്ക് പറയും. നീ കണ്ടോ? $100 എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ബാക്കി കൂടെ വിളിക്കാൻ പോയി. അത് എടുത്തിട്ട് സ്പീക്കർ ഇടാം. എടുക്കത്തില്ലടാ, അച്ഛനെ വിളിക്കാം. ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പോകാനുള്ള കാര്യം അറിയില്ല. ഹലോ രേണു, ഈ മോളെ ഇവിടെ ഞങ്ങളൊരു നമ്മുടെ അനീഷ് പൊന്നപ്പൻ ഇരിപ്പുണ്ട്, പിന്നെ വേറെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവര് എന്നെ ശരിക്കും വലിച്ചു കീറി പേപ്പർ തൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. സ്വന്തമായിട്ട് മനസ്സിലായില്ലേ വെച്ച് കീറി പേപ്പർ തൊട്ടിച്ചെന്ന്? അതാണ് സത്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വെച്ച് കീറിയായിട്ട് തോന്നും. നല്ല കാര്യം മനസ്സിലായല്ലോ. എന്തായാലും അങ്ങനല്ല വിളിക്കേണ്ടി വന്നത്. എന്നിട്ട് 4 കാലം നിൽക്കാൻ ശ്രമിക്കുന്നു. ശ്രമം മാത്രമല്ലേ ഉള്ളൂ, പരാജയപ്പെട്ടെന്ന് കണ്ടല്ലോ. നിനക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് ഏണിക്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഈ അവസ്ഥയിൽ നിന്നെ വിറ്റ് ഞാൻ തിന്നുന്നതൊക്കെയാണ് പറയുന്നത്. എനിക്ക് വേണ്ടി അല്ലാന്ന് രേണു പറഞ്ഞില്ല. അത് നല്ലതല്ലേ, കിട്ടിക്കോട്ടെ. ആ രേണുവിനും ആവശ്യം എന്താണ്? രേണുവിനും പൈസ ആവശ്യം. രേണു പൈസക്ക് വേണ്ടിയാ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണിച്ചോണ്ട് രേണു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കുടുംബം നോക്കണം, അച്ഛനെ നോക്കണം, കുഞ്ഞിനെ നോക്കണം, ഞാൻ പൈസക്ക് വേണ്ടി ചെയ്യുന്ന അത്രേ ഉള്ളൂ. അത് തന്നെ ഇവരും കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ കാണിക്കുമ്പോ ഞങ്ങളും കാണിക്കുന്നത് അത് തന്നെ. അപ്പൊ എല്ലാരും അതാ കാണിക്കുന്നത് പറഞ്ഞാൽ മതി. അല്ലാതെ അവര് മാത്രം പൈസ
ഐസക്ക് കളിക്കുന്നു, ഞങ്ങൾ മറ്റേ എന്തോ പഴംപൊരി തിന്നാൻ അല്ല പറയല്ലോ എന്തോ ത്യാഗമല്ലല്ലോ എന്തോ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, സാക്രിഫൈസ് ആണോ? അങ്ങനെ ഒരു സാധനം സാധനം കൊടുക്കുന്നു. നോക്കട്ടെ, ഈ $100 അറിയാവോ? അങ്ങനെ മിണ്ടില്ല. $100 ഓരോ മാസം കിട്ടുന്ന എനിക്കറിയാവോ? കൂടുതൽ മസാല മിണ്ടെന്ന് പറഞ്ഞു ജോലി 3 മാസം ആണ്ടോ അവർക്ക് അറിയത്തില്ല. പറഞ്ഞു 3 മാസം കൂടുമ്പോഴാണ്. സത്യം പറഞ്ഞാൽ ഇവന്റെ അങ്ങ് വഴി അനീഷ് വേറെ ആരാണെങ്കിലും ഇവനെ എന്തെല്ലാം പറഞ്ഞു ഈ മീഡിയ ചാരന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒന്നും പറഞ്ഞെന്ന് പറയും കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴും നിന്റെ അസുഖത്തെ വിറ്റ് അങ്ങനെയല്ല നിനക്ക് എപ്പോഴെങ്കിലും അസുഖത്തെ വിറ്റ് ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നാളത്തെ ടീമോടെ കാര്യം അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾക്കൊരു മാറ്റി പറയുന്നത് നിന്നെ കാണാൻ വരുമ്പോ നിനക്ക് നിന്റെ മനസ്സിന് ഡൗൺ ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിന്നെ കൂടുതൽ എനർജി ആക്കി ചെയ്യണം മോളെ, ചെയ്യണം വീഡിയോ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പിറ്റേന്ന് മുതൽ റീൽസ് ഇടാൻ തുടങ്ങിയത്. ആണോ അല്ലേ? അവളെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല നിന്റെ ആ കിടത്ത അപ്പൊ ഇവര് കണ്ടന്റിന് വേണ്ടിയിട്ട് വന്നിട്ട് രേണുവിനെ കുത്തി വിട്ടോണ്ടിരിക്കുക. വളവില്ലേ മറ്റേ നിവിൻ പോളിയുടെ എന്നെ അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് പല അതെ അതെ, രേണുവിന് വീണ്ടും നെഗറ്റീവ് കിട്ടാനും കമന്റ് കയറാനും ആൾക്കാർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനും എനിക്ക് ഇവിടുന്ന് പോസിറ്റീവ് അടിക്കാൻ പറ്റും. രേണുവിന്റെ അസുഖത്തിന് വേണ്ടി രേണു ചെയ്യുന്നതാണ് എന്ന് അവർക്ക് അടിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങളായിരുന്നില്ലേ ഇതിന്റെ പുറകിൽ നിന്ന് എല്ലാ പരിപാടിയും ഒപ്പിച്ചോണ്ട് മറ്റേ കാക്കക്കുടിയിലെ കലാകാരൻ പറഞ്ഞ പോലെ. അയ്യോ കൊള്ളാന്തേലും ഞാനിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചാണ് ഇത് എനിക്ക് അത് നിർത്തണമെന്നാണ്. അത് അവർക്കറിയാം. അത് റീച്ച് അറിയാമെങ്കിൽ പിന്നെ ഓക്കെ. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്തോ വീട്ടിൽ പറഞ്ഞു ഞാൻ പിന്നെ വിറ്റ് ചെയ്ത് അതിന്റെ അസുഖത്തെ വിറ്റ് അതെന്തോ ഞാൻ ചിന്തിച്ചിട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വേറെ ശരിക്കും അവരുടെ അടുത്ത് പറഞ്ഞ വേറെ ഇതിനെ കുറിച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും നെഗറ്റീവ് എന്റെ വാക്ക് ഞാൻ പറയത്തില്ല എന്ന് ഞാൻ പറയുന്ന വാക്കുകൾ വേറെ പറഞ്ഞു. മണത്തിരിച്ച് വേറെ വാക്കുകൾ പറഞ്ഞു. ഓക്കേടി അറിയത്തില്ല വിട്ട് കളഞ്ഞിരിക്കുന്നു. ആദ്യമായിട്ട് സുഹൃത്തുക്കളെ ആദ്യമായിട്ട് സജീന മടവിൽ തോറ്റിരിക്കുകയാണ്. രേണു അതിനകത്ത് എന്തോ പറഞ്ഞതൊന്നുമല്ല. രേണുവിന്റെ അടുത്ത് ഇവരങ്ങോട്ട് കിടന്ന് പറയുന്നു മോളെ ഞാൻ ഇങ്ങനല്ലേ ചെയ്ത് മോളെ ഇവരിങ്ങനെ പറയുന്ന മോളെ എന്താ നമ്മൾ പറയേണ്ടത്. പല വ്യക്തികളും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അങ്ങനെയല്ലേ ചെയ്തത്, ഇങ്ങനെയല്ലേ ചെയ്തത്, നമ്മൾ ആട്ടി കൊടുക്കണം. ആട്ടലാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പം ഇവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നതും ഈ കമന്റ് ബോക്സിൽ തെറിവിളി ചെയ്യിപ്പിക്കുന്നതും റിയാക്ഷൻ വീഡിയോ ബാക്കിയുള്ള ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ പുട്ടും പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നിങ്ങൾ ചെയ്യുന്നു പോയി അവിടെ പോയി വീട്ടിൽ ചെന്ന് വയ്യാതിരിക്കുന്ന കൊച്ചിനെ വീണ്ടും ചെന്ന് മോട്ടിവേറ്റ് ചെയ്ത് 2 വീഡിയോ ഇടിയിപ്പിക്കുന്നത് ഇവർ തന്നെയാണെന്ന് ഇവർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ രേണു സുധി എന്തെന്ന് പറഞ്ഞാലും നല്ലതെന്ന് പറഞ്ഞ് മാത്രമേ ചെയ്യത്തുള്ളൂ. അതിപ്പം ചീത്തയെന്ന് കണ്ടാലും ഞാൻ നല്ലതെന്ന് പറഞ്ഞ് മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യൂസ് കയറുന്നില്ല എന്നുള്ളത്.